എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ SCRT സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 2 ക്ലാസ്സും എല്ലാവരും കണ്ടു എന്ന് തന്നെ വിചാരിക്കണു. കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മുടെ 3ാമത്തെ ദിവസമാണ്. നമ്മൾ ഡെയിലി 10 വേർഡ്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളൊരു 10 ദിവസം നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ ഒരു 100 വേർഡ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ കമൻറ്റ് ചെയ്യണേ. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് വേഗം ആൻസറുകൾ പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ടോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദി വേർഡ് ടോയിൽ? നോക്കിയിട്ട് പറഞ്ഞോളൂ, ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഞാൻ എല്ലാ ഓപ്ഷനും വായിക്കുന്നില്ല കേട്ടോ, നമുക്ക് കറക്റ്റ് ആൻസർ മാത്രം പറയാം. ഓക്കെ, ടോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ് പോരട്ടെ. എന്താണ് ടോയിൽ? ടു വർക്ക് വെരി ഹാർഡ് ആണ് കേട്ടോ. എന്താണ്? ടു വർക്ക് വെരി ഹാർഡ്, കാര്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് ടോയിൽ. ഇനി ഇതിപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരാണെങ്കിലും നമുക്കൊന്ന് ഓർത്ത് വെക്കണമല്ലോ അല്ലെ, എക്സാമിനൊക്കെ നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി, ഓർക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഈ ടോയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് ആലോചിക്കാമല്ലോ. ഈ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ഹാർഡ് വർക്കാണ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ടോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഓർത്തോണേ, ടു വർക്ക് വെരി ഹാർഡ്. ഇത് PSC മുമ്പും ചോദിച്ചിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ, ടോയിൽ. അപ്പൊ നമുക്കിനി അടുത്ത വേർഡ് നോക്കാം. നെക്സ്റ്റ് ഇസ് വിവിഡ്. വിവിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അറിയുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ. വിവിഡ്. ഓക്കെ, വിവിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർ ഇമേജിനെയാണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇമേജിനെയാണ് നമ്മൾ എന്ത് പറയുക? വിവിഡ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ മലയാളത്തിൽ വിവിധ തരത്തിലുള്ള ഇമേജ് എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ആണ്, അത് മറക്കണ്ട. അപ്പോൾ വിവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ക്ലിയർ ഇമേജ് ആണ്. ഓക്കെ, അപ്പോൾ 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 3ാമത്തെ വേർഡ് സോർ. നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സോർ. അതേപോലെ തന്നെ PSC എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, SSC എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. വേഗം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ. സോർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോർ കമന്റ്സ് പോരട്ടെ. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. മോർണിംഗ് സെഷൻ ആണ് നമ്മുടെ. ആൻസർ ടു റൈസ് അപ്പ് ഇൻ ദ സ്കൈ, അതായത് ഇൻക്രീസ് ചെയ്യാന്നുള്ളൊരു മീനിങ്. സോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ പറന്നുയരുക, അതാണല്ലോ ഇൻക്രീസ് ചെയ്യുക. അല്ലെങ്കിൽ അസെൻഡ് ചെയ്യാന്ന് പറയില്ലേ, അസെൻഡിങ് ഓർഡർ എന്നൊക്കെ പറയുന്ന പോലെ അസെൻഡ് ചെയ്യുക, ഉയരുക കേട്ടോ, അതാണ് നമ്മുടെ സോർ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാനുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അതായത് ഇവിടെ പെയിൻഫുൾ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതിന്റെ മീനിങ് വരുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, അതേതാണ്? അത് SORE ആണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ എക്സാമിന് ഇരിക്കുമ്പോൾ ഇതേപോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കണം. SORE എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പെയിൻഫുൾ. SOAR എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നമ്മുടെ ഉയരുക കേട്ടോ. പിന്നെ ആസിഡ് ടേസ്റ്റ് എന്ന് മീനിങ് വരുന്ന ഒരു സോർ ഉണ്ടല്ലോ, അറിയുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ പോരട്ടെ. അതേതാണ്? നമ്മുടെ സോർ ടേസ്റ്റ് അല്ലെങ്കിൽ സോർ പുളിപ്പുള്ള അല്ലെ, അല്ലെങ്കിൽ ആസിഡ് ടേസ്റ്റ് എന്നുള്ള മീനിങ് വരുന്ന ഒരു സോറാണ് SOUR. അപ്പൊ നമ്മൾ 3 സോറ് പഠിച്ചേ. ഒന്ന് SOAR, പിന്നെ SOUR, അതേപോലെ തന്നെ SORE. ഇനി SOARനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടോ AR, ഇവിടെ ഒരു എയർ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം അല്ലെ. അപ്പൊ എയറിലേക്ക് ഫ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയാ, ഇൻക്രീസ് ചെയ്യുക, പറന്നുയരുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി 4ാമത്തെ വേർഡ് നോക്കാം. എക്സ്പൗണ്ട്. എക്സ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം നമ്മുടെ SCRT വേർഡ്സ് ആണ്, സ്റ്റുഡൻസിന് പഠിക്കാനുള്ളതാണ്. വേഗം പറയൂ, എക്സ്പൗണ്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പൗണ്ട് എന്ന് പറയുക. ഓക്കെ, ജസ്റ്റ് ആലോചിച്ചോളൂ, ഈ പൗണ്ട് എന്ന് പറയില്ലേ, നമ്മുടെ പൈസ, പൗണ്ട്. അപ്പൊ ഈ പൈസ എങ്ങനെ ചെലവാക്കിയെന്ന് നമ്മൾ ചിലപ്പോൾ പല സിറ്റുവേഷനിൽ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പൊ അതേപോലെ ഓർത്ത് വയ്ക്കാം, ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പൈസയെ കുറിച്ച് അല്ലെങ്കിൽ പൗണ്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അതാണ് നമ്മുടെ എക്സ്പൗണ്ട്. ഓക്കെ, ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ക്ലാസ്സിന് ശേഷം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഡെയിലി നമ്മുടെ SCRT സീരീസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് തന്നെ ക്ലാസ് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം, അടുത്ത വേർഡിലേക്ക് കയറാം. ഗ്ലോവർ. ഗ്ലോവർ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഗ്ലോവർ? നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ ഗ്ലോ ചെയ്ത് അല്ല, ദേഷ്യം വരുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തിളങ്ങുക അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാ, ഗ്ലോ ചെയ്യാന്ന് പറയില്ലേ,
ദേഷ്യം വരുന്നത് കൊണ്ട്. അപ്പൊ അതേപോലെ ടു ലുക്ക് ആംഗ്രിലി ആണ് നമ്മുടെ ഗ്ലോവർ. ഗ്ലോവർ എന്ന് പറഞ്ഞാൽ എന്താ? ടു ലുക്ക് ആംഗ്രിലി, ദേഷ്യം വന്നിട്ടുള്ള ഗ്ലോയാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ടു ലുക്ക് ആംഗ്രിലി. അപ്പൊ നമുക്ക് ഈ 5 വേർഡ്സ് ഒന്നും കൂടെ നോക്കാം. എല്ലാവരും കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഞാൻ ഓരോന്നോരോന്ന് വായിക്കാം. നിങ്ങൾക്ക് ഇത് ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തില്ലെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് വേർഡ് ടോയിൽ. ഓർമ്മയുണ്ടോ ടോയിൽ? നമ്മുടെ ടോയ്ലറ്റ് ഹാർഡ് വർക്ക് ചെയ്യുക അല്ലേ? അപ്പൊ ടോയിൽ എന്ന് പറഞ്ഞാൽ ടു വർക്ക് വെരി ഹാർഡ്. പിന്നെ വിവിഡ് എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള ക്ലിയർ ഇമേജ് അല്ലേ? അപ്പൊ ക്ലിയർ ഇമേജ് ആണ് വിവിഡ്. പിന്നെ മൂന്നാമത് നമ്മൾ എന്താ പഠിച്ചത്? സോർ പഠിച്ചു. SOAR അല്ലേ? സോർ എന്ന് പറഞ്ഞാൽ എന്താ? ടു റൈസ് അപ്പ് ഇൻ ദ സ്കൈ, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, അസെൻഡ് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, നാലാമത്തെ വേർഡ് എക്സ്പൗണ്ട്. പൗണ്ടിനെ കുറിച്ച് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ? ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ, അതാണ് നമ്മുടെ എക്സ്പൗണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡാണ് ഗ്ലോവർ. ഗ്ലോവർ എന്ന് പറയുമ്പോൾ ഫേസ് ഒക്കെ ഇങ്ങനെ ഗ്ലോ ചെയ്യുക, ദേഷ്യം വന്നിട്ട് അല്ലേ? സോ ടു ലുക്ക് ആംഗ്രിലി ആണ് നമ്മുടെ ഗ്ലോവർ. ഇത്ര എല്ലാവർക്കും സെറ്റ് ആണോ? തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത വേർഡ് നോക്കാം. പെന്യൂറി. പെന്യൂറി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. പെന്യൂറി, പെന്നി ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം അല്ലെ? പെന്നി എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ ആയിട്ടൊക്കെ പറയില്ലേ? പെന്നി, പെന്യൂറി. അപ്പോൾ പൈസ ഇല്ല എന്നുള്ള രീതിയിൽ എക്സ്ട്രീം പോവേർട്ടി ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പെന്യൂറി. പഠിച്ചു പോവാ. പെന്യൂറി ഇറ്റ് മീൻസ് വാട്ട്? എക്സ്ട്രീം പോവേർട്ടി. എക്സ്ട്രീം പോവേർട്ടി. നെക്സ്റ്റ് ഇസ് മെനാസിങ്. മെനാസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഡെന്നിസ് ദ മെനസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പുസ്തകം ഉണ്ടല്ലോ അല്ലെ? അതിൽ മെനാസ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ മെനാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെറ്റനിങ് ആണ് കേട്ടോ. പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ത്രെറ്റൻ ചെയ്യുന്ന ഒന്നിനെയാണ് എന്ത് പറയുക? മെനാസിങ് എന്ന് പറയാം കേട്ടോ. മെനാസിങ്. ഓക്കെ, ത്രെറ്റനിങ്. നെക്സ്റ്റ് ഇസ് കമൻറ്റബിൾ. കമൻറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കമൻറ്റബിൾ എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും കമന്റ് ചെയ്യണേ. കമൻറ്റബിൾ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? കമൻറ്റബിൾ പ്രേസ് വേർത്തി അല്ലെ? നമ്മളെ പുകഴ്ത്തുക, പ്രേസ് ചെയ്യുക. അപ്പോൾ പ്രേസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു വേർഡ് ഓർത്തത്. കോംപ്ലിമെന്റ് നമ്മൾ പറയുമല്ലോ, പുകഴ്ത്തുക എന്നുള്ള രീതിയിൽ ഒരു കോംപ്ലിമെന്റ് പറയില്ലേ? അത് ഏത് കോംപ്ലിമെന്റ് ആയിരുന്നു? അത് ഐയുള്ള കോംപ്ലിമെന്റ് ആണ് അല്ലെ? ഐയുള്ള കോംപ്ലിമെന്റ് വരുമ്പോഴാണ് പ്രേസ് ചെയ്യുക എന്നുള്ള മീനിങ്. അതേസമയം കോംപ്ലിമെന്റ് ഉണ്ടല്ലോ, ഈയുള്ള കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ, ഒരു അംശം, അതിനെയാണ് നമ്മൾ ഈയുള്ള കോംപ്ലിമെന്റ് വെച്ചിട്ട് പറയാം. അപ്പൊ ഐയുള്ള കോംപ്ലിമെന്റ് ആണ് പ്രേസ് ചെയ്യുക എന്നുള്ള മീനിങ് ആയിട്ട് വരുന്നത്. മറക്കണ്ട കേട്ടോ. ഇതും PSC സ്ഥിരമായിട്ട് ഒരിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അല്ലെങ്കിൽ ഐ ഉണ്ടെങ്കിൽ ഞാൻ പുകഴ്ത്തിന്നോ അല്ലെങ്കിൽ എന്നെ പുകഴ്ത്തിന്നോ ഒക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കമന്റബിൾ ആണ്. കമന്റബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പ്രേസ് വേർത്തി. അപ്പൊ കമന്റ്, ഇപ്പൊ നിങ്ങൾ കമന്റ്സിലൂടെയൊക്കെ നമുക്ക് പുകഴ്ത്താലോ, അതേപോലെയൊക്കെ നമുക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി 9th വൺ ഫെസ്റ്റൂൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫെസ്റ്റൂൺ, വാട്ട് ഇസ് ഇറ്റ്? ഫെസ്റ്റൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം അല്ലേ? ഫെസ്റ്റിവൽ, ഫെസ്റ്റ്, ഒരു ഫെസ്റ്റ് അല്ലെങ്കിൽ ഫെസ്റ്റിവലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും അല്ലേ? ടു ഡെക്കറേറ്റ്, ഫെസ്റ്റൂൺ കേട്ടോ. അപ്പോൾ ആ ഫെസ്റ്റിവൽ പോലെ ഒന്ന് ഓർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റ് പോലെ ആലോചിക്കാം. ഫെസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും അല്ലെ? അലങ്കരിക്കും. അപ്പോൾ ടു ഡെക്കറേറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഫൈനൽ വൺ മാനുസ്ക്രിപ്റ്റ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സ്പീഡിൽ കമന്റ് ചെയ്തേ, ആക്റ്റീവായിട്ടൊന്ന് വേഗം കമന്റ് ചെയ്ത്. എന്താണ് നമ്മുടെ മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ഹാൻഡ് റിട്ടൺ വർക്ക് അല്ലെ? ഹാൻഡ് റിട്ടൺ വർക്കിനെയാണ് നമ്മൾ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം ഒന്നും കൂടെ ഒന്ന് വേഗം റിവൈസ് ചെയ്യാം. സ്പീഡിൽ പറയാം. ടോയിൽ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുക. വിവിഡ് എന്ന് പറഞ്ഞാൽ വേഗം പറയൂ, ക്ലിയർ ഇമേജ് ആണ്. സോർ എന്ന് പറഞ്ഞാൽ SOAR ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താ? ടു റൈസ് അപ്പ് ഇൻ ദ സ്കൈ. എക്സ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ അല്ലെ? നമ്മുടെ പൗണ്ട്. ഗ്ലോവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടു ലുക്ക് ആംഗ്രിലി, ദേഷ്യം വരിക. അതേപോലെ തന്നെ പെന്യൂറി എന്ന് പറഞ്ഞാലോ, പെന്നി, നമ്മുടെ പൈസ ഇല്ല. അപ്പോൾ പോവേർട്ടി, എക്സ്ട്രീം പോവേർട്ടി. മെനാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെറ്റനിങ്, പേടിപ്പിക്കുക അല്ലെ? പിന്നെ ഏതാ പഠിച്ച? കമന്റബിൾ. കമന്റബിൾ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക, പ്രൈസ് വേർത്തി ആണ്. അതേ മീനിങ് വരുന്നത് കോംപ്ലിമെന്റ്, ഐയുള്ള കോംപ്ലിമെന്റ്. ഇനി 9ാമത്തെ വേർഡ് നമ്മൾ പറഞ്ഞ ഫെസ്റ്റൂൺ ആണ്. ഫെസ്റ്റൂൺ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക. ആൻഡ് ദി ഫൈനൽ വൺ മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഹാൻഡ് റിട്ടൺ വർക്ക്. അപ്പോൾ ഇത്രയും വേർഡ്സ് ആണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് വായിക്കുമ്പോഴാണ് നമുക്കും ഒരു എനർജി കിട്ടുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മളൊരു 10 ദിവസത്തിന് ശേഷം നമ്മളൊരു 100 വേർഡ്സ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ.
താങ്ക് യു ഓൾ.